ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി ചോറാണ് കേട്ടോ. ചോറെന്ന് പറയുമ്പോൾ ഞാനിതുവരെ കാണിച്ചിട്ടില്ല. ഒരു സൂപ്പർ സ്പെഷ്യൽ ചോറാണ്. ഇവിടുത്തെ വടകരത്തെ സ്പെഷ്യലാണ് കേട്ടോ. വടകര തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഏകദേശം ഒരേ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയണതായിരിക്കും. വടകരയുള്ള ആൾക്കാർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ഇത് ഞാൻ ഇളമ്പക്ക എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കിയത് കേട്ടോ. ഇളമ്പക്ക എന്ന് ഇവിടുത്തെ വടകര ഭാഷയാണ്. വടകരയും തലശ്ശേരിയും കണ്ണൂരൊക്കെ ഇളമ്പക്ക എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നു. പിന്നെ എൻ്റെ ആടാണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ഇതിന് എരുന്ത് എന്നാണ് പറയുക കേട്ടോ. നമ്മൾ എരുന്ത് എന്നാണ് പറയുക, എരുന്ത് ചോറ്. അപ്പോൾ ഈ ഒരു ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചോറാണ്. ബിരിയാണിയൊക്കെ തിന്ന് മടുക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോറാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ലൈക്ക് ചെയ്യാൻ ആരും മറന്നുകൊണ്ടേ. അപ്പോൾ നമുക്ക് എരുന്ത് എന്താണെന്നുള്ളത് കാണണ്ടേ. ഇതാണ് എരുന്ത് എന്ന് പറയുന്നത് കേട്ടോ, ക്ലാം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇതന്നെ വാങ്ങാൻ വേണ്ടി നോക്കട്ടെ. ഇതിൻ്റെ ഒരു കറുപ്പ് വരാനുണ്ട്, ഫുൾ പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള അത് വാങ്ങിക്കരുത്, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലുള്ള ഇളമ്പക്കന്നെ വാങ്ങിയത് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിന്. ഇതൊരു 5-8 പ്രാവശ്യം തന്നെങ്കിലും കഴുകി എടുക്കണം കേട്ടോ. അതിൽ മണ്ണുണ്ടാവും, അതേപോലെ തന്നെ ചിലതൊക്കെ ഉള്ളിൽ മണ്ണുള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ഒരു 5-8 പ്രാവശ്യം, മിനിമം 8-9 പ്രാവശ്യം തന്നെങ്കിലും ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഉരച്ച് കഴുകണം. അങ്ങനെ കഴുകി എടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഇത്ര തോനെ കണ്ടിട്ട് നിങ്ങളിത് കുറേ ഉണ്ടോയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇറച്ചി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ഫുള്ള് വെള്ളമൊക്കെ വാർത്തിയതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അതൊന്ന് തിളക്കട്ടെ. ഇത് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ തിളച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റോക്ക് വാട്ടർ മേലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ തുറന്ന് വരും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിങ്ങനെ തുറന്നാൽ ഇതിൻ്റെ ഇറച്ചി ഇങ്ങനെ ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പണിയാണ് ഇതിന് കുറച്ച് പണിയായിട്ട് തോന്നാനുള്ളത്. ഇതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് പണിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ തുറന്നെടുക്കാൻ തന്നെ 1-2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അത് മൊത്തമുള്ള ഇറച്ചിയാണിത് കണ്ടോ. ഇതിപ്പോൾ ഒരു 1.5 കപ്പോളം ഉണ്ടാവും, അത്രേ ഇതിൻ്റെ ഇറച്ചിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ വലിയൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കിലോ റൈസാണ് ഞാൻ ഇവിടെ വെക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എടുത്തിട്ടുള്ള ആ ഒരു ക്ലാം മീറ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എരുന്തിനൊന്നും തീരെ വേവില്ല കേട്ടോ. ഇതൊന്നും വല്ലാണ്ട് അങ്ങ് ഹാർഡായിട്ട് പിന്നെ റബ്ബർ പോലെ പൊരിച്ചെടുക്കാനൊന്നും പോകണ്ട. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം അളവൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഓൾറെഡി ഇതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ലേശം ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഇളമ്പക്ക അതേപോലെ തന്നെ കല്ലുമുക്കായി എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. ലേശം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത്. പൊരിച്ചെടുക്കാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ മസാല എന്തെങ്കിലും കോട്ടായി കിട്ടേണ്ട ഒരു പണിയുള്ളൂ. അല്ലാണ്ട് ഇത് ഹാർഡായിട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ട. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഒന്ന് ചൂടായിട്ട് മസാല നൈമ പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. വല്ലാണ്ട് അങ്ങ് പൊരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചവച്ചാൽ റബ്ബർ പോലെ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും കേട്ടോ. ഇങ്ങനെ മതി, ഈ ഒരു പാകത്തിൽ ഇത് എടുക്കുക. അപ്പോൾ ഈ ക്ലാം അതുപോലെ തന്നെ കല്ലുമുക്കായ്ക്കൊക്കെ ശരിക്കും നമ്മൾ ചെമ്മീൻ്റെ വേവേ ഉള്ളൂ എന്നാണ് പറയുക. പക്ഷേ നമുക്കത് അത് അംഗീകരിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മളിത് വല്ലാണ്ട് അങ്ങ് വേവിച്ചെടുക്കും ചില ആൾക്കാർ. അപ്പോൾ അത്ര വേവിക്കേണ്ടില്ല, ഇതേ ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ബാക്കി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ്, 2 ഉള്ളി. അത് ഇനി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ എന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് വെന്ത് കുഴഞ്ഞ് അല്ലെങ്കിൽ കളറ് മാറണ വരെ ഒന്ന് വാട്ടിയൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് അതൊന്ന് കുഴയാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അത് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിയും അതേപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാട്ടോ. ഇവിടെ എരിവ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. അപ്പോൾ എരിവ് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൈപ്പിടി ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കറിവേപ്പിലയിൽ നിർബന്ധമാണ് കേട്ടോ, അതെന്തായാലും ചേർക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 അരച്ചതാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ പേസ്റ്റാണുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചച്ചായ മാറണ വരെ ഒന്ന് ജസ്റ്റ് 1-2 മിനിറ്റ് നേരെ ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് 1-2 മിനിറ്റ് നേരം അതൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഉള്ളിയും പച്ചമുളകും തക്കാളിയൊന്നും വല്ലാണ്ട് അങ്ങ് എന്താ പറയുക വാടി കുഴഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പൂണ് വലുതാണ്, മെഷറിംഗ് ടേബിൾ ആണെങ്കിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയ ഗരം മസാല ആണ്, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല ഒക്കെ എടുക്കണേ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് പൊടികളിൽ ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ആ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക.
അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ ഒരു പൊടീൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അത് കണ്ടല്ലോ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എരുന്നുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ എരുന്ന് കണ്ടില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എരുന്ന് എന്ന് പറയുന്നത് ഇളമ്പക്ക, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു എരുന്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തിളച്ച വെള്ളമാണ്. അപ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടിയത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലെടുത്താൽ മതി. ഓരോ അരിക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില അരി പെട്ടെന്ന് വേവണമെങ്കിൽ 1 1.5 മതിയാവും. ഇത് നമ്മൾ ആ ഒരു എരുന്ത് വേവിച്ചപ്പോൾ അതിന് ഇറങ്ങി വന്നിട്ടുള്ള സ്റ്റോക്ക് വാട്ടറാണ്. അത് നല്ലോണം അരിച്ചെടുത്തതാണ് ഞാനത്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്യുവറായിട്ട് ഈ ഒരു സ്റ്റോക്ക് വാട്ടർ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലോണം എരുന്ത് കഴുകിയതിന് ശേഷം ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കലുണ്ടോ എന്നുള്ളത് പറഞ്ഞു തന്നെ. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കൂടും. അപ്പോൾ ഈ ഒരു അളമ്പൊക്കെ ഈ ഒരു തേങ്ങാപ്പാലും കൂടി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അരിയാണ് എടുത്തത് കേട്ടോ. 1 കിലോ കയമ അരിയാണ് എടുത്തത്. അതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, കഴുകി കൊണ്ടുവന്നതാണ് ഇത് കേട്ടോ. സോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോക്ക് ചെയ്യാം. പക്ഷേ സോക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അരി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്ക് മതി കേട്ടോ. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു അരി കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ ഒരു റൈസും ഈ ഒരു മസാലയും കൂടെ ഒക്കെ എല്ലായിടത്തും ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇളക്കി മിക്സാക്കിയതിൻ്റെ ശേഷം നല്ലോണം ലെവൽ ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ സിമ്മിലാക്കി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ 2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഈ ഒരു അരിയൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് കേട്ടോ. അത് ചൂടോട് കൂടിയാണ് അടുപ്പത്ത് നിന്ന് ഇറക്കിയ ഉടനെയാണ് അത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഇളമ്പൊക്കെ ചോറ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകണ്ട. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഇതേപോലെ തന്നെ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇളമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ നാട്ടിലേക്ക് വന്നപ്പോഴേ ഞാനിത് ഇങ്ങനെ തിരയുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും, മീൻകാർ ഇങ്ങനെ കൊണ്ടുപോകും ഇളമ്പൊക്കാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വന്നേരം മുതലേ നോക്കുന്നുണ്ട്, കിട്ടിയില്ല. അപ്പോൾ ഇന്നാണിത് കിട്ടിയത്. കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ചോറ് വെക്കാം. അസ്ലങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോറാണ് ഈ ഒരു ഇളമ്പൊക്കെ ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ചൂടോട് കൂടി തന്നെ വിളമ്പുക. ചൂടോട് കൂടി തിന്നാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ചൂട് അറിയുന്ന വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ സാധാരണയായിട്ട് ഇവിടെ ഈ വടകര ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പരിപ്പാണ്. പരിപ്പും പുളിയാണുമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം പരിപ്പും പുളിയാണൊന്നും വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരും കൂട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ വെച്ചിട്ട് ഒന്നാമത് ലിയാനില്ല. അപ്പോൾ പിന്നെ ഞാൻ മാത്രം ഇത് കൂട്ടിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പുളിയാണും പരിപ്പും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളി ഇളമ്പൊക്കെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വിളമ്പിയതാണ്. കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാനിത് ടേബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യലാണിത്, ഫ്രൈഡേ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മാങ്ങാച്ചാറും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഈ ഒരു മാങ്ങൻ്റെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മാങ്ങാച്ചാറാണിത് കേട്ടോ. അന്ന് കാണിച്ച ആ അച്ചാറാണിത്. അപ്പോൾ ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മാങ്ങ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയുന്നത് ഇത്തിരി ലൂസായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതിന് പരിപ്പും പുളിയാണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഇത്തിരി ലൂസായിട്ടുള്ള ഒരു മാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമ്മൾ തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകണ്ട, ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.